നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഭാവനേച്ചിയോ? ആന്റി ഇല്ലേ? ഇവിടെ ഉണ്ടായിരുന്നു ചേച്ചി. ഭാമയോ? അകത്തുണ്ട്. ഭാമേച്ചി, ദേ ഭാവനേച്ചി വന്നു. കേറി വാ. ചേച്ചി. ആഹാ, നീ ഇതുവരെ റെഡിയായില്ലേ? റെഡിയായി ചേച്ചി, പക്ഷെ അമ്മയോടൊന്നും പറഞ്ഞില്ല. വിളിച്ചപ്പോ ഞാൻ പറഞ്ഞല്ലേ ആന്റിയോട് കാര്യം പറയാൻ. ചേച്ചി വന്നിട്ട് പറയാന്ന് കരുതി. ഭാമേച്ചി പറഞ്ഞതുകൊണ്ട് അമ്മയ്ക്ക് എന്താ പ്രശ്നം? നേരത്തെ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞിരുന്നേ? പറഞ്ഞ വാക്ക് മാറ്റി പറഞ്ഞത് ആന്റി തന്നെയാ. പക്ഷെ ഈ കണ്ടീഷനില് ഇവൾ അവിടെ നിൽക്കുന്നല്ലേ നല്ലത്. അതിപ്പോ നീ മാത്രം തീരുമാനിച്ച മതിയോ? എന്താ ഭാവന, ഭാമ എവിടെയാണ് നിൽക്കേണ്ടതെന്ന് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാ മതിയോ? ആന്റി എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? ആന്റി തന്നെയല്ലേ ഇവളോട് പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിന്നാ മതിയെന്ന്? ആ, അങ്ങനെ ഞാൻ പറഞ്ഞതൊക്കെ ശരി തന്നെയാ. പക്ഷെ ഇപ്പോ ഞാൻ പറഞ്ഞതൊക്കെ ഇനി തിരിച്ചെടുത്തു. എന്താ, എനിക്കങ്ങനെ തീരുമാനിക്കാൻ പാടില്ലേ? ഞാനും കൂടി സമ്മതം നൽകിയിട്ടാ ഭാമ നിന്നെ സഹായിക്കാൻ തയ്യാറായത്. അതറിയോ നിനക്ക്? അറിയാം, പക്ഷെ ആ ഒരു അത്ഭുതം ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ആന്റി അല്ലേ ആള്. എന്തിന്റെ പേരിലാണ് ആന്റി ഇങ്ങനെ ഒരു കാര്യത്തിന് സമ്മതിച്ചെന്ന് അറിയില്ലല്ലോ. എന്തിന്റെ പേരിലായാലും ഭാമയോട് ഇങ്ങനെ പെരുമാറിയതിനും ഉപദേശം കൊടുത്തതിനും നന്ദി. പിന്നെ ജയനിർമ്മൽ ആന്റിയോട് കാശി ചോദിച്ച് ചെന്നതൊന്നും ഞാനിവിടെ പറയുന്നില്ല. പറഞ്ഞാ നമ്മൾ തമ്മിൽ അടി കൂടേണ്ടി വരും. ആന്റി, ഇപ്പോഴും ഞാൻ ആന്റി അവിശ്വസിക്കുന്നില്ല. പക്ഷേ ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യം ആന്റിക്കുണ്ടെങ്കിൽ ആന്റി ഇതുവരെ കാണാത്ത ഭാവനയായിരിക്കും ഇനി കാണാൻ പോകുന്നത്. നീ എന്താ അർത്ഥം വെച്ച് സംസാരിക്കുന്നത്? ഞാനിപ്പോ ഒരു നല്ല കാര്യം ചെയ്തതും തെറ്റായോ? ആന്റി ഒരു നല്ല കാര്യം ചെയ്യുന്നത് അതും എനിക്ക് വേണ്ടിയാവുമ്പോ എന്തായാലും ചെറിയൊരു സംശയം തോന്നും ആന്റി. അതല്ല, ആന്റി ഈ ചെയ്തതിന് പിന്നിൽ നല്ല ഉദ്ദേശം മാത്രമാണെങ്കിൽ ആന്റിയുടെ ഈ കാഴ്ചവട്ടിൽ ഞാൻ എന്റെ നെറ്റി കൊണ്ട് നമസ്കരിക്കും. അപ്പോ ഭാമ എനിക്ക് സ്നേഹം കൊണ്ട് സമ്മാനിച്ച എന്റെ കുഞ്ഞും എന്റെ കയ്യിലുണ്ടാവും. അതല്ല, മറ്റെന്തെങ്കിലും ഉടായിപ്പാണ് ആന്റിയുടെ ഉദ്ദേശത്തിന് പിന്നിലെങ്കിൽ ആദ്യം ആന്റിയുടെ കാരണത്ത് പതിയുന്നതേ എന്റെ ഈ കൈയായിരിക്കും. എന്നിട്ടേ ഞാൻ പിന്നെ സംസാരിക്കൂ. എന്താ ആന്റി, ഞാൻ ഈ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദേ ഇപ്പൊ പറയണം. അങ്ങനെ ഞാൻ നിന്നെയോ ഭാമയോ ചതിക്കുകയാണെങ്കിൽ നിനക്ക് എന്ത് തീരുമാനം എടുക്കാം? എന്താ, അതുപോലെ മതി, എനിക്ക് അത്രയും മതി. ഇപ്പൊ ഞാൻ ഭാമയും കുഞ്ഞിനെയും കൊണ്ടുപോകാനാ വന്നത്. അതെന്തിനാ? ഭാമയെ ഞങ്ങൾ നോക്കിയാൽ ശരിയാവില്ലേ? ഭാമയോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടാണല്ലോ വന്നേ. എന്നിട്ട് ഭാമ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ റെഡിയായിട്ട് പറയാന്ന് കരുതി അമ്മേ. എന്താ ഭാമേ, അപ്പോ നിനക്കും എന്നെ ഒരു വിലയില്ലല്ലേ? അയ്യോ, അങ്ങനെയൊന്നും അല്ല. കുറച്ചു ദിവസം എനിക്കൊന്ന് വീട്ടിൽ പോയി നിന്നാ കൊള്ളാന്നുണ്ട്. ഇന്നലെ രാത്രിയും ഞാൻ ഒട്ടും ഉറങ്ങിയില്ല. മോള് ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ അമ്മയെ 3 വട്ടം ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ഫോൺ എടുത്തില്ല. പിന്നെ ഇവളെയാ വിളിച്ചത്. കേട്ടല്ലോ, ഈ അവസ്ഥയില് ഭാമ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടവളല്ല ആന്റി. അതുകൊണ്ടാ ഞാൻ ഇവളെ കൊണ്ടുപോകുന്നത്. സാധാരണ നിലയിലുള്ള പ്രഗ്നൻസി അല്ലല്ലോ ഇത്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ ശ്രദ്ധ വേണം ആന്റി. അതാ ഞാൻ ഇവളെ കൊണ്ടുപോകുന്നേ. അങ്ങനെയാണെങ്കിൽ ഭാമേച്ചി പോട്ടെ അമ്മേ. എന്തിനാ ഭാമേച്ചി ബുദ്ധിമുട്ടിപ്പിക്കുന്നേ? ഇവള് പോയാൽ ഭാവനയോട് സത്യാവസ്ഥ പറയൂ. കൂടുതൽ എതിർത്താലും ഭാവനയ്ക്ക് സംശയമാവും. എന്താ ഇപ്പൊ ചെയ്യ?
ആന്റി എന്താ ആലോചിക്കുന്നത്? ആ ആ, ഉം, ഉം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലൊക്കെ നടക്കട്ടെ. ആ പക്ഷേ മോളെ ഞാനിപ്പോ അയക്കില്ല. അവൾ എന്റെ അടുത്ത് നിൽക്കട്ടെ. നിന്റെ വീട്ടുകാരെ കാണുമ്പോ നിന്റെ നാവിന്ന് സത്യം പുറത്തു വന്നാലോ? അങ്ങനെ സംഭവിച്ച പിന്നീട് ഒരിക്കലും നീ നിന്റെ മോളെ കാണില്ല. പറഞ്ഞേക്കാം. എന്താ ഭാമേ, മോളെ എന്റെ അടുത്ത് നിർത്തിയിട്ട് പോവാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഭാമയില്ലാതെ മോളെ ആന്റിക്കൊപ്പം നിൽക്കുമെങ്കിൽ നിക്കട്ടെ. അരുന്ധതി ഇവിടെ ഉണ്ടല്ലോ, അവിടെയും ഇവിടെയായിട്ട് അവള് നിന്നോളും. അങ്ങനെ മതി ഭാവനേച്ചി, ചേച്ചി ധൈര്യമായിട്ട് പൊക്കോ. അരുന്ധതി, ഭാമയുടെ പെട്ടി എടുത്തിട്ടോ. ഭാമേ, മോളുടെ കാര്യത്തില് നിനക്ക് ഒരു ടെൻഷനും വേണ്ട. ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം. ഒരു മിനിറ്റ്. ആ സൂര്യ, സൂര്യ പറഞ്ഞോളൂ. കണ്ടോടി, ദൈവം ഇപ്പൊ എന്റെ കൂടെയാ. അതുകൊണ്ടാ ഭാവനയ്ക്ക് ഫോൺ വന്നു പോയത്. ഒന്നുകൂടി നിന്നെ എങ്ങനെ ഓർമ്മപ്പെടുത്തണ്ടേന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. അവസാനം നീ എന്നെ എങ്ങനെ ഒറ്റിയ, പിന്നെ നീ നിന്റെ മോളെ കാണില്ല. ഞാനിത് വെറുതെ പറയുന്നതല്ലെന്ന് കൂടി നീ ഓർത്തോ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ആന്റി. ആ ഭാമേ, ചേച്ചി, മോളോ? ചേച്ചി, മോള് നല്ല ഉറക്കത്തിലാ. ഉറങ്ങട്ടെ. അരുന്ധതി, മോള് കരഞ്ഞു ബഹളം വെക്കുകയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. കുഴപ്പമില്ല ഭാവനേച്ചി, അവൾക്ക് ഞാനടുത്തുണ്ടെങ്കിൽ വേറെ ആരും വേണ്ട. ഭാമേ വാ. ആന്റി, അമ്മ, പോയിട്ട് വാ. ഭാമേ. ആ വരുന്നു. വാ. അമ്മേ, ദേ ഭാവനേച്ചിയും ഭാമേച്ചിയും വന്നു.